കല്ലാടിയിലെ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടമായവരെ ആരും മറന്നിട്ടില്ല, അല്ലെങ്കിൽ കേരളം മറന്നിട്ടില്ല. പക്ഷേ ഈ ദുരന്തത്തെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അത് മരണസംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ആ ചോദ്യം ഇതാണ്: ദിലീപ് ബിൽഡ്കോൺ എന്ന് പറയുന്ന കമ്പനിയെ സർക്കാർ കരിമ്പട്ടികയിൽ പെടുത്തുമോ എന്നുള്ളതാണ്. കാരണം അന്വേഷണം അവിടേക്കാണ് നീങ്ങുന്നത്. ഒരു കമ്പനിയുടെ സാങ്കേതിക വീഴ്ചയാണോ ഈ ദുരന്തത്തിന് പിന്നിൽ എന്നുള്ള ചോദ്യം ആദ്യമേ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതോ പ്രകൃതി ദുരന്തത്തിന്റെ പേരിൽ ഇപ്പോൾ ഈ പറയുന്ന കമ്പനിയെ, ദിലീപ് ബിൽഡ്കോൺ എന്ന് പറയുന്ന കമ്പനിയെ ബലിയാടാക്കുകയാണോ? എന്തായാലും ഇതിനൊരു ഉത്തരം നമുക്ക് കിട്ടി തന്നെ ആകണം. കാരണം ഈ ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിക്കാൻ ഇനി ഒരിക്കലും കഴിയില്ല, അതിനെ വകവെച്ചു കൊടുക്കാൻ കഴിയില്ല. രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഭരണ നേതൃത്വവും പ്രതിപക്ഷവും ഇത് മേൽനോട്ടം വഹിക്കുന്ന കമ്പനിയും ചേർന്നുകൊണ്ട് ജനത്തെ വിഡ്ഢിയാക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. മരണമടഞ്ഞു പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അപ്പോൾ ഇതിനെ നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല. ഈ ചോദ്യം, അതായത് ദിലീപ് ബിൽഡ്കോണുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വരും ദിവസങ്ങളിലെല്ലാം കേരള രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ കള്ളാടി ദുരന്തത്തെയും അതിന്റെ ഭാവിയെയും ഒക്കെ തീരുമാനിക്കാൻ പോകുന്നത്. ഇനിയൊരു പക്ഷേ ഇത് രാഷ്ട്രീയ ദിശാമാറ്റ കാറ്റിൽ ഇതൊന്നുമല്ലാതെ ആയി പോയിരിക്കാം. കാരണം പല ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത് ഓർക്കുകയും 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇത് മറക്കുകയും ചെയ്യും. നമ്മൾ മറക്കില്ല, പക്ഷേ രാഷ്ട്രീയ നേതൃത്വവും ഇതിന്റെ പ്രോജക്റ്റ് ചെയ്യുന്ന കമ്പനിയും ഒക്കെ മറന്നു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ദുരന്തത്തിന് ശേഷം സർക്കാർ 2 അന്വേഷണങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഒന്ന് സാങ്കേതികപരമായിട്ടുള്ള അന്വേഷണമാണ്, രണ്ടാമത്തേത് നിയമപരമായിട്ടുള്ള അന്വേഷണവും. സാധാരണ ഒരു അപകടം എന്നുള്ള നിലയിലാണ് സർക്കാർ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ അന്വേഷണ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനർത്ഥം സർക്കാരിനും ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നാണ്. നമുക്ക് ആരെയും പൂർണ്ണമായിട്ടും ആരുടെയും പക്ഷം ചേർന്നുകൊണ്ട് പറയുന്നതല്ല, പക്ഷെ അതിനുള്ള സാധ്യതകളുണ്ട്. ആ സംശയത്തിന്റെ കേന്ദ്രത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്, അതായത് സർക്കാർ അങ്ങനെ ചില സംശയങ്ങളുണ്ട്, അങ്ങനെ ആ സംശയത്തിന്റെ അറ്റത്ത് നിൽക്കുന്നത് ദിലീപ് ബിൽഡ്കോൺ എന്ന് പറയുന്ന കമ്പനിയാണ്. എന്തുകൊണ്ടാണ് ഈ കമ്പനി ഇത്രയും സമ്മർദ്ദത്തിലാകുന്നത്? കാരണം ദുരന്തത്തിന് വെറും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ. മഴക്കാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സോയിൽ പൈപ്പിങ്ങിന് സാധ്യത പറഞ്ഞിരുന്നു, സ്ലോപ്പ് സ്റ്റെബിലിറ്റി പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു, മണ്ണ് മാറ്റേണ്ടതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സുരക്ഷാ നടപടികൾ കർശനമാക്കണമെന്നുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഇവയെല്ലാം രേഖകളിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും. ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചോ എന്നുള്ള ചോദ്യം ഉയരും. പാലിച്ചില്ലെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? അവിടെയാണ് രാഷ്ട്രീയം തുടങ്ങുന്നത്. കാരണം കരാർ കമ്പനി മാത്രമല്ല ഈ പദ്ധതിയിൽ ഉള്ളത്. പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെതാണ്, മേൽനോട്ടം സർക്കാർ സംവിധാനങ്ങൾക്കാണ്, കൊങ്കൺ റെയിൽവേ നിർവഹണ ഏജൻസിയാണ്, ജില്ലാ ഭരണകൂടം നിരീക്ഷണത്തിലുണ്ട്, പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ കമ്പനി മാത്രം കുറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് കൈ കഴുകാൻ സാധിക്കുമോ? നമ്മൾ ആദ്യമേ പറഞ്ഞു, നമുക്ക് സർക്കാരിനെയോ കമ്പനിയെയോ പ്രതിപക്ഷത്തെയോ ഒന്നും സുഖിപ്പിക്കേണ്ട യാതൊരു കാരണവുമില്ല. ഇതിലെ ഫാക്ട്സ് ആണ് ഇതിൽ നമ്മൾ ചോദ്യങ്ങളായിട്ട് ഉന്നയിക്കുന്നത്. അപ്പോൾ കമ്പനി മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ളത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിയുടെ വീഴ്ചകൾ കണ്ടെത്തിയാൽ നടപടി എടുക്കാനായിട്ട് സർക്കാരിന് സാധിക്കും. അതുകൊണ്ട് ഇനി കമ്പനിയുടെ വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ബ്ലിങ്കസ്യ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നടപടി ഉണ്ടാവണം. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായാൽ മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴും ഇനിയും മേലിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ഒക്കെ വരുമ്പോഴും ഓരോ കമ്പനിക്കും ഒരു ഭയം ഉണ്ടാവുകയുള്ളൂ. അതായത് ഇത് കേരളമാണ് മക്കളെ, ഉഡായിപ്പ് പരിപാടികളൊന്നും നടക്കില്ല എന്നുള്ള ഒരു തോന്നൽ വരികയും കൃത്യമായ രീതിയിൽ തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് അവർ പദ്ധതി
പൂർത്തിയാക്കാൻ ശ്രമിക്കുകയുമുള്ളൂ. അപ്പോൾ ഇത് ഒരു വലിയ രാഷ്ട്രീയ ചോദ്യമാണ്. പ്രതിപക്ഷമാണെങ്കിൽ സ്വാഭാവികമായും ഇതിനകം തന്നെ ആക്രമണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് അവിടെ ജോലി നിർത്തിവെച്ചില്ല? അത് സാധാരണക്കാരനും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നടേ, പിന്നെ എന്തിന് നിങ്ങൾ അവിടെ പണിയെടുക്കാൻ വിട്ടു? സാധാരണക്കാരിൽ സാധാരണ ഈ മല്ലം പണി ചെയ്യാൻ വരുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഓരോരുത്തരായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ അന്നന്നത്തെ അല്ലെങ്കിൽ കുടുംബം പോറ്റാൻ വേണ്ടി വരുന്നതാണ്. അവര് പോയാൽ ചിലപ്പോൾ അവർക്കൊരു 5 or 10 ലക്ഷം കൊടുത്തുകൊണ്ട് ആ കേസ് അങ്ങ് ഒഴിവാക്കി വിടാം എന്നുള്ളതല്ലാതെ ഇനി അത് ഉണ്ടാകരുത് എന്ന് ചിന്തിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുമ്പോഴാണ് മാത്രമാണ് ഇവിടെ ഓരോ കാര്യവും കൃത്യമായും ചിട്ടയായും നടന്നു പോവുകയുള്ളൂ. സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തൊഴിലാളികളെ അവിടെ തുടരാൻ അനുവദിച്ചത്? ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട വകുപ്പുകളുമൊക്കെ എന്ത് മണ്ണാങ്കട്ട എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാം സർക്കാർ ഉത്തരം നൽകേണ്ടി തന്നെ വരും. പക്ഷെ സർക്കാർ ഇപ്പോൾ വളരെ തന്ത്രപരമായിട്ടൊരു നിലപാടിലേക്ക് പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം അന്വേഷണം പൂർത്തിയാകട്ടെ എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ അന്വേഷണം വളരെ കൃത്യമായ സമയത്ത് തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കി അതിൽ നടപടിയൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഈ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് കമ്പനിക്കെതിരെ കടുത്ത നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതേസമയം നടപടി എടുക്കാതെ കാത്തിരുന്നാൽ പൊതുജനരോഷം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് സർക്കാർ ഒന്നും മിണ്ടില്ല. ഇപ്പൊ മൗനത്തിലാണ്, ധ്യാനത്തിലാണ് സർക്കാർ എന്നുള്ളതാണ്. എന്നാൽ അന്വേഷണം ദിലീപ് ബിൽക്കോണിനെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കൂടി നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതാണ്. ആദ്യം ഉയരുന്ന ആവശ്യം കരിമ്പട്ടികയായിരിക്കാം. കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിലെ സർക്കാർ പദ്ധതികളിൽ നിന്നൊക്കെ ഈ കമ്പനിയെ ഒഴിവാക്കാൻ സാധിക്കും. കേരളത്തിൽ പുതിയ കരാറുകാർ വരും, പുതിയ കരാറുകൾ ലഭിക്കാതിരിക്കും, പിഴയും നഷ്ടപരിഹാരവും ഒക്കെ ആവശ്യപ്പെടാൻ പറ്റും. ചില സാഹചര്യങ്ങളിലൊക്കെ ക്രിമിനൽ ഉത്തരവാദിത്തം വരെ പരിശോധിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അന്വേഷണം, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇത്രയും നിർണായകമായിട്ട് മാറുന്നത്. മറ്റൊരു രാഷ്ട്രീയ സത്യം കൂടിയുണ്ട്, അതും പറയാതെ പോകാൻ പറ്റില്ലല്ലോ. അന്വേഷണം കമ്പനിയുടെ സാങ്കേതിക വീഴ്ച കണ്ടെത്തിയാൽ പ്രതിപക്ഷം അടുത്ത ചോദ്യം ഉന്നയിക്കും, അപ്പോൾ ഇത്രയും നാൾ സർക്കാർ എന്തോ എടുക്കുകയായിരുന്നു? 1 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്വം സ്വാഭാവികമായി അതിന് മുന്നുണ്ടായിരുന്ന സർക്കാരിലേക്കും പോകും. ഇനി ഈ 1 മാസം കൊണ്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 1 മാസത്തിനുള്ളിൽ ഇത്രയും നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ കൊടുത്തിരുന്നതാണ്. അപ്പൊ ഒരു സ്വകാര്യ കമ്പനി ഒറ്റയ്ക്കൊരു മല കുഴിക്കുമെന്ന് തോന്നുന്നില്ലല്ലോ. അങ്ങനെ അവർക്ക് തോന്നുന്ന ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് ആ മല തുറന്ന ഒരു തുരങ്കം ഉണ്ടാക്കി കൊടുത്തേക്കാം വയനാട്ടുകാർക്ക് എന്ന് ഒരിക്കലും തോന്നില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണ റിപ്പോർട്ട് കമ്പനിയെ കുറ്റക്കാരനാക്കുന്ന ഓരോ വരിയും സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കാനുള്ള സാധ്യതകളാണ്. അപ്പോൾ കമ്പനിക്കും കമ്പനിയുടേതായിട്ടുള്ള വാദങ്ങൾ ഉണ്ടാവും. അവർ സ്വാഭാവികമായിട്ടും പറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക, ഞങ്ങൾക്കൊരു വീഴ്ചയും പറ്റിയിട്ടില്ല, മണ്ണിടിച്ചിൽ ഞങ്ങളുടെ നിർമ്മാണ മേഖലയിലല്ല ഉണ്ടായിട്ടുള്ളത്, അസാധാരണമായിട്ടുള്ള മഴയാണ് എല്ലാത്തിനും കാരണം, എല്ലാ എഞ്ചിനീയറിംഗ് മാനദണ്ഡങ്ങളും ഒക്കെ ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്, ഇതൊക്കെ ആയിരിക്കും ഈ കമ്പനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വാദം ശരിയാണ് എന്നുണ്ടെങ്കിൽ കരിമ്പട്ടിക എന്ന് പറയുന്ന ചോദ്യം തന്നെ ഉണ്ടാവുകയുമല്ല. പക്ഷെ ഈ വാദം അന്വേഷണത്തിൽ തകർന്നാൽ കളി ആകെ മാറും. അതുകൊണ്ടാണ് കേരളം ഇന്ന് കാത്തിരിക്കുന്നത് ഈ ഒരു അന്വേഷണ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ ഒരു ദുരന്തത്തിന് കാരണം മാത്രമായിട്ട് കണ്ടെത്താനും കഴിയില്ല. ആ റിപ്പോർട്ട് തീരുമാനിക്കും ദിലീപ് ബിൽക്കോൺ എന്ന് പറയുന്ന കമ്പനി ഇനി സർക്കാർ പദ്ധതികളിൽ ഉണ്ടാകുമോ, അതോ കരിമ്പട്ടികയിൽ ഉൾപ്പെടുമോ, അല്ലെങ്കിൽ സർക്കാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് സർക്കാർ പോകുമോ, കള്ളാടി തുരങ്ക പദ്ധതി വീണ്ടും തുടങ്ങുമോ, അല്ലെങ്കിൽ വർഷങ്ങളോളം ഇനി അനിശ്ചിതത്വത്തിൽ അത് കിടക്കുമോ എന്നുള്ളതൊക്കെ. കള്ളാടിയിൽ ഉണ്ടായത് ചില ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു സംഭവം മാത്രമല്ല, ഒരു വലിയ വികസന പദ്ധതിയുടെ വിശ്വാസ്യത കൂടി അവിടെ ഇല്ലാതെ ആയിട്ടുണ്ട്. അപ്പോൾ കേരളം മുഴുവനും കാത്തിരിക്കുന്നത് ആ ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ്. കള്ളാടി ദുരന്തത്തിന് ഉത്തരവാദി ആരാണ്?